ആരോഗ്യ വകുപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ ആരോഗ്യ വകുപ്പിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വാർത്തയാവാറുണ്ട്, പലപ്പോഴും വിവാദമാകാറുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി മുൻ ആരോഗ്യമന്ത്രിയുമായി നീതിപൂർവകമല്ലാത്ത വിധത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ പക്ഷം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ മുൻ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ഞാനൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ഒരു വ്യക്തിയല്ല. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള നിക്ഷേപങ്ങൾ അതിനകത്തുണ്ട്. ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ഭാവനയും നമ്മുടെ പ്രവർത്തനവും എന്താണോ നമ്മൾ ഏൽപ്പിച്ചത് അത് കൃത്യമായി ചെയ്യാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. അത് ഞാനും കാണിക്കുന്നുണ്ട്, വീണ ജോർജും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ആരോഗ്യ വകുപ്പിനെ പിടികൂടുന്നത് അത് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ളൊരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. പെട്ടെന്ന് ആളുകളിൽ അതാണല്ലോ ഒരു കനകോലു സിദ്ധാന്തം, യുക്തിയല്ല വികാരമാണ് പ്രധാനം, യുക്തിഭദ്രമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, വൈകാരികതയെ കൂട്ടുപിടിച്ച് ആക്രമിക്കുകയാണ് വേണ്ടത്. അതൊരു ഇന്ത്യയിൽ മാത്രമല്ല ലോക ജനാധിപത്യത്തിന് ഏൽക്കുന്ന വലിയ പ്രഹരമാണിത്. അല്ല, അങ്ങനെ അനുപാതരഹിതമായി ആക്രമിക്കപ്പെടുന്നുണ്ടോ വീണ ജോർജ്? എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്. അനുപാതരഹിതമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആരോഗ്യ മേഖലയെ പെട്ടെന്ന് പിടികൂടാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം വി.എൻ. വാസവനെ ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ ജോർജിനെ മാത്രം ആക്രമിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ആരോഗ്യ മേഖലക്കെതിരെ ഒട്ടും യുക്തിപരമല്ലാത്ത സത്യമല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അന്നത്തെ ആരോഗ്യ വകുപ്പിനെ കുറിച്ചൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഇന്ന് പ്രതിപക്ഷം പി ആർ എന്നൊക്കെ അതിനെ വിമർശിക്കുകയും ചെയ്ത ടീച്ചർക്ക് ഓർമ്മയുണ്ടാവും. അതേപോലത്തെ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഇപ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോഴില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ആ ഗുഡ് ഫാക്ടർ ഫീൽ ചെയ്യാൻ പാകത്തിന് വാർത്തകൾ വരുന്നില്ല. അന്നും വാർത്തകളൊന്നും വന്നിട്ടില്ല. മീഡിയ ഉപദ്രവിക്കാനേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ മീഡിയയെ ഒറ്റയടിക്ക് മുഴുവൻ തള്ളി പറയില്ല. കോവിഡ് നിപ്പയെല്ലാം വന്നപ്പോൾ അതിനെ നേരിടാൻ മീഡിയയുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. നല്ല പിന്തുണയാണ് കേരളത്തിലെ മീഡിയ തന്നത്. എന്നാൽ ഞങ്ങൾ ചെയ്തത് വളരെ നന്നായി എന്ന് പാർട്ടി പറയാനൊന്നും ഒന്നും തയ്യാറായിട്ടില്ല. പക്ഷേ അതൊരു ജീവിക്കുന്ന എക്സാമ്പിളായിട്ട് ജനങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോഴും അതുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന് വെച്ചിട്ട് ആ ഫീൽ ഗുഡ് ഇല്ലാതാക്കാൻ വേണ്ടി ആരോഗ്യരംഗം ആകെ വഷളാണ് എന്ന് കരുതി കൂട്ടി. അതാണ് കനകോലു. അല്ല, കനകോലു UDFന്റെ PR ചെയ്യുന്ന ആളാണ്. LDFനെ കുറിച്ച് മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ടീച്ചറെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ PR ആണെന്നാണ്. അപ്പൊ പബ്ലിക് റിലേഷൻസ് ഈ ആധുനിക കാലത്ത് രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും ഒക്കെ നടത്തുന്നുണ്ടാവും. പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഫീൽ ഗുഡ് ഫാക്ടർ ഇപ്പൊ ഉണ്ടോ എന്നുള്ള ചോദ്യത്തെ അഡ്രസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. നിങ്ങളത് പ്രചരിപ്പിക്കണം. ഏറ്റവും നല്ലത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് മാത്രമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം തീരുമാനിച്ചു. അതിപ്പം കോഴിക്കോട് അതിന്റെ തറക്കല്ലിട്ടു. അടുത്ത LDF സർക്കാർ വരുമ്പോൾ അത് പൂർത്തിയാക്കുമല്ലോ ചെയ്ത്. അല്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം വിവാദങ്ങൾ? ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ഒരു വിഭാഗം മാധ്യമങ്ങളെങ്കിലും ശത്രുക്കളാക്കിയതുകൊണ്ടായിരിക്കുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്നയാളല്ലേ, അപ്പൊ അങ്ങനെ ശത്രുത ഉണ്ടാവുമോ? എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഒരു മേഖലയിൽ നിന്ന് വന്ന ഒരാൾക്ക് നല്ല പിന്തുണയല്ലേ കിട്ടുക. ഞാൻ കരുതിയത് എന്നേക്കാൾ പിന്തുണ വീണക്ക് കിട്ടും. കാരണം മീഡിയയിൽ നിന്ന് എനിക്ക് മീഡിയയുടെ ഒരു പിന്തുണയില്ല. കാരണം ഞാൻ ആ മേഖലയിൽ നിന്ന ആളല്ല. ഞാൻ പക്ക രാഷ്ട്രീയക്കാരിയെ നിങ്ങൾക്ക് കഴിയാവുന്ന വിധമൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊരു ആക്രമണം നടത്താൻ മാത്രം ആരോഗ്യ മേഖല തകർന്നിട്ടുണ്ടോ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അപ്പോൾ ഇത് കരുതി കൂട്ടി ചില മേഖലകളെ ആക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.